പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുക. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം ഇവിടെ വായിക്കുക. 34 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ ഈ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്നാണ്. വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. 24 മണിക്കൂർ നാം ചെലവഴിക്കുന്നത് എങ്ങനെയെന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തലും ചൊറിച്ചുമല്ലും ഒക്കെ പറഞ്ഞ് ആമേൻ ജനത്തെ സന്തോഷിപ്പിക്കുന്ന ഇടത്തിന് പ്രസാദകരമാകുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് നിൻ്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ സംഗീതനക്കാരനായിരിക്കുന്ന ദാവീദിനെ പോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറഞ്ഞ് അവന് മഹത്വം കൊടുക്കണമെങ്കിൽ ഹല്ലേലൂയ, നിൻ്റെ ജീവിതം അടിക്കടിയായി ദൈവം ഉയർത്തും. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തെ ഉന്നതങ്ങളിലേക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നീ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ അവൻ്റെ നാമം, അവൻ്റെ സ്തുതി എപ്പോഴും നിൻ്റെ നാവിന്മേലുണ്ടെങ്കിൽ ശത്രുവിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. നമുക്കറിയാം, ഈ ലോകം മുഴുവൻ സാത്താൻ്റെ പിടിയിൽ അമർന്ന് കിടക്കുക, പിശാചിൻ്റെ പിടിയിൽ അമർന്ന് കിടക്കുക. സകല മനുഷ്യൻ പിശാച് വിവിധമായ പാപങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ആഗ്രഹങ്ങളെ, പാപത്തിൻ്റെ ആശകളെ, ഇച്ഛകളെ ഇട്ട് അവൻ്റെ ജനത്തെ സന്തോഷിപ്പിക്കുന്ന വിവിധ പാപത്തിൻ്റെ പാപത്തിൻ്റെ അനുഭവങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സാത്താൻ കാണിക്കും. എന്നിട്ട് എന്നെയും നിങ്ങളെയൊക്കെ അവനെന്ത് ചെയ്യുക? പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ നോക്കും. അങ്ങനെ പാപത്തിൽ വീട് കഴിയുമ്പോൾ നമുക്കിടെ അനുഗ്രഹങ്ങൾ മുഴുവൻ തടസ്സപ്പെടും. ഹല്ലേലൂയ. അത് അറിഞ്ഞിട്ട് സംഗീതനക്കാരനായിരിക്കും ദാവീദ് പറഞ്ഞ പോലെ ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറഞ്ഞതുപോലെ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജഡത്തെ വിട്ടുകൊടുക്കാതെ ദൈവം നമ്മെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ നാം സദാസമയം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. കർത്താവിനെ 2 രീതിയിൽ നമുക്ക് സ്തുതിക്കാൻ കഴിയും. ഒന്ന്, സാധാരണയായി നമുക്ക് സ്തുതിക്കാൻ കഴിയും. ഹല്ലേലൂയ. രണ്ടാമത്, കർത്താവിനെ ഉയർത്തി മഹത്വപ്പെടുത്തി സ്തുതിക്കാനും കഴിയും. സാധാരണ സ്തുതി എന്നൊക്കെ പറയുന്നത്, അതായത് കർത്താവ് നിങ്ങൾക്ക് നന്മ ചെയ്യുമ്പോൾ, അനുഗ്രഹങ്ങൾ തരുമ്പോൾ, നിങ്ങൾക്കൊരു സൗഖ്യം തരുമ്പോൾ, ഒരു ജോലി കിട്ടുമ്പോൾ, നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ചകൾ വരുമ്പോൾ സാധാരണ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. എന്നാൽ വളരെ ഉച്ചത്തോടെ, വളരെ അവന് മഹത്വം കൊടുത്ത് സ്തുതിക്കുന്ന സ്തുതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നമുക്ക് എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അനുദിന ജീവിതത്തിൽ നാം ശബ്ദം ഉയർത്തി ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിനകത്ത്, ജീവിതത്തിനകത്ത് പ്രാർത്ഥനയും ആരാധനയും സ്തുതികൾ കൊണ്ട് നിറഞ്ഞു നിന്നാൽ നിൻ്റെ കുടുംബത്തിനകത്തെ ഇരുളുകൾ മാറും. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളെയാണ് സാത്താൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ കുടുംബങ്ങളെയാണ് പിശാച് ഈ ഭൂമിയിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ നിങ്ങൾക്കൊരു മോചനം ആവശ്യമല്ലേ? നിങ്ങൾക്കൊരു വിടുതൽ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ നോക്കി ജീവിക്കാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ യേശുവിനോട് പറ, അവൻ നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ഈ ലോകത്ത് കഷ്ടതയുണ്ട്, ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്, വേദനയുണ്ട്, മാരകമായ പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഒക്കെയുണ്ട്. നിരാശപ്പെടുന്ന അനവധി സംഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും കടന്നു വരാം. നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലൂടെ നമുക്ക് ഉയരാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്കൊരു നല്ല സാലറിയുള്ള ജോലി അല്ലേ ആ മേഖലയിൽ എത്തണമെന്ന് കഴിയത്തില്ല. ഒരുപക്ഷെ നിൻ്റെ ബിസിനസ്സിൻ്റെ പരാജയം, നിൻ്റെ തലമുറയെക്കുറിച്ചുള്ള ഭാരങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, അങ്ങനെ വിവിധമായ വിഷയങ്ങളിലൂടെ നിന്നെ സാത്താൻ കടത്തിവിടാനായിട്ട് ആഗ്രഹിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം? നാം അതിനകത്ത് അഡിക്റ്റായി മാറാതെ നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദാവീദ് കടന്നുപോയത് വളരെ ഭയാനകമായ അനുഭവങ്ങളാണ്.
അങ്ങനെയുള്ള അനുഭവത്തിൻ്റെ നടുവിൽ ദാവീദ് ദൈവത്തെ സ്തുതിക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഭക്തനെപ്പോഴും പറയാനുള്ളത്, സങ്കടങ്ങളിലും ദുഃഖങ്ങളും കണ്ണുനീരും വേദനകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ വന്നപ്പോൾ, ആമേൻ, തന്നെ അലട്ടുന്ന അനവധി പ്രശ്നങ്ങൾ വന്നപ്പോഴും ഈ ഭക്തൻ അതിന് അടിമപ്പെട്ടു പോകാതെ ഈ ഭക്തൻ പറയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന്. സ്തുതിക്കുന്നവൻ്റെ, ആരാധിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് പേടിയാണ്. നീ പ്രാർത്ഥിക്കുന്നവനാണോ, നീ ആരാധിക്കുന്നവനാണോ, നീ ദൈവത്തെ അറിഞ്ഞ് നടക്കുന്നവനാണോ, നീ ദൈവമായിട്ട് അടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ സാത്താൻ നിൻ്റെ 7 അയലക്കത്ത് പോലും അടുക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പല ആളുകൾ എന്നെ വിളിച്ചിട്ട്, പാസ്റ്റേ പോരാട്ടമാണ്, ബന്ധനമാണ്, സമാധാനമില്ല, സ്വസ്ഥതയില്ല, കുടുംബം തകർന്നു, കുടുംബജീവിതം തകർന്നു, മക്കൾ അനുസരിക്കുന്നില്ല, മദ്യത്തിന് എല്ലാവരും അടിമയായി, എന്ത് ചെയ്യും പാസ്റ്റേ, മരിച്ചാൽ മതി, അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു വരാം, ഞാനത് തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ അതിനെ അതിജീവിക്കണം. പ്രൈസലോ. അതിനെ അതിജീവിക്കുവാനാണ് ദൈവം നമുക്ക് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. ദൈവത്തെ വെളിപ്പെടുത്തി തന്നപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഈ വിഷയങ്ങൾക്കെല്ലാം ഒരു മറുപടി നമ്മുടെ സ്വർഗത്തിലെ ദൈവം തരും. പ്രൈസലോ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം ദുഃഖം, കഷ്ടത ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇരുട്ടിൻ്റെ സകല അധികാരവും നിൻ്റെ മേൽ വന്ന് മൂടുമ്പോൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളുപോലെ അവൻ നമുക്ക് വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രാർത്ഥനയിലും ആരാധനയിലും നീ ദൈവത്തിന് ഉറ്റിരിക്കുമ്പോൾ ആ വചനമാകുന്ന വാൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. അങ്ങനെ വചനം ഒരു വാളായി നിൻ്റെ അധരങ്ങളിൽ വരുമ്പോൾ, ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് നേരെ കടന്നു വരുന്ന ശത്രു സൈന്യത്തെ വചനമാകുന്ന വാൾ എന്തു ചെയ്യും? തകർത്ത് കളയും. നീ സ്വതന്ത്രമായി മാറും. അങ്ങനെ ഒരു അനുഭവമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ നിരാശപ്പെട്ടു പോകരുത്. എനിക്കറിയാം, ഞാൻ അനവധി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങളെല്ലാം എനിക്കറിയാം. പക്ഷെ നമുക്കൊരാശ്വാസം പറഞ്ഞു കൊടുക്കാനേ പറ്റുകയുള്ളൂ. പിന്നെ പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റും, ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെ നിങ്ങൾ വീണ്ടും വിളിച്ചോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാനിതൊക്കെ പറയുമ്പോൾ ഓർത്തോണം, നിങ്ങളിതൊക്കെ കേട്ടിട്ട് മൗനമായിരിക്കാതെ നിങ്ങൾ സദാസമയം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം യേശു തരും കേട്ടോ. ഹല്ലേലൂയ. സ്തുതികളിന്മേൽ വസിക്കുന്നവൻ നിങ്ങളുടെ വീട്ടിലും വസിപ്പാണ്ടയാകും. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം നിങ്ങളുടെ വീട്ടിലും വസിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലും ദൈവം വസിക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ ദൈവം വസിക്കുമ്പോൾ, ജോലി മേഖലയിൽ നിൻ്റെ തലമുറയിൽ ദൈവം വസിക്കുവാൻ അതിനുവേണ്ടി നീ ഇടം കൊടുക്കുമ്പോൾ, പിന്നെ പിശാചിന് നിൻ്റെ കുടുംബത്തിനകത്ത് സ്ഥാനമില്ല. ഹല്ലേലൂയ. പിശാചിന് കുടുംബത്തിനകത്ത് സ്ഥാനം കൊടുക്കുമ്പോഴാണ് അവൻ നമ്മുടെ കുടുംബത്തെ വേട്ടയാടുന്നത്. ഹല്ലേലൂയ. കാട്ടുമൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ നിന്നെ വേട്ടയാടി പിടിക്കാൻ സാത്താൻ ശ്രമിക്കും. അതിന് നീ വിധേയപ്പെട്ടു പോകാതെ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പറയാമോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ടെന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ സ്തുതിക്കാൻ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്ക്. നിൻ്റെ ജീവിതത്തിലെ എല്ലാ കെട്ടുകളും പൊട്ടും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാട് കഷ്ടസഹിക്കുന്ന ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.